ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഡൊമിനിക് ആൻഡ് ദ ലേഡി സ്പേഴ്സ് മികച്ച രീതിയിൽ ഈ ഒരു ഞായറാഴ്ചയും കൊലത്തൂക്ക് തൂക്കി മുന്നോട്ട് പോവുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ 3 ദിനം കൊണ്ട് സിനിമ റെക്കോർഡ് കളക്ഷനിലേക്ക് എത്തുകയാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ വന്ന സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യ ദിനം സിനിമ നേടിയ കളക്ഷൻ 1,48,00,000 രൂപയായിരുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്നത്. പിന്നീട് നമുക്ക് അതിൻ്റെ ഫൈനൽ ഗ്രോസ് ആയിട്ട് കേരള കളക്ഷൻ പുറത്തു വന്നത് 1,85,00,000 രൂപയും. ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയത് 4,10,00,000 രൂപയുമായിട്ടാണ് പുറത്തു വന്നേക്കുന്ന കണക്കുകൾ. ഇതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തു തരണം. രണ്ടാം ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. രണ്ടാം ദിവസം വെള്ളിയാഴ്ചത്തെ കളക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചു. അതേപോലെ തന്നെ ഒരു ഇടിവുണ്ടായിരുന്നു. 1,03,00,000 രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായിട്ട് രണ്ടാം ദിവസം ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ. അങ്ങനെ സിനിമയ്ക്ക് 1,27,00,000 രൂപയോളമായിരുന്നു 2 ദിവസം കൊണ്ടുള്ള കേരള ഗ്രോസ് ആയി വന്നത്. അതായത് 2 ദിവസം കൊണ്ട് സിനിമ 3 കോടി കഴിഞ്ഞു എന്നുള്ള കണക്കും. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിനം 4,10,00,000 രൂപ നേടിയ സിനിമ രണ്ടാം ദിവസം 3,48,00,000 രൂപ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച ഏവരും പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ദിനം തന്നെയാണ്. കാരണം എല്ലാ സിനിമകൾക്കും മികച്ചു നിൽക്കുമ്പോൾ എത്ര മോശമാണെങ്കിലും ശനി ഞായർ ദിനങ്ങളിൽ നല്ല ഒരു കളക്ഷൻ വരാറുണ്ട് എന്നുള്ളതാണ്. അവിടെ ഈ ഒരു ആവറേജ് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്ന കണക്ക് 1,21,00,000 രൂപയാണ് സിനിമയ്ക്ക് പുറത്തു വന്നത്. അതായത് കേരള ഗ്രോസ് ആയിട്ട് വന്നത് 1,61,00,000 രൂപയോളം എന്നുള്ള കണക്കുകളാണ്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ഇന്നലെയും വന്നത് 4 കോടിയോളം എന്നുള്ള കണക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ മൊത്തം കേരള കളക്ഷൻ മാത്രമായി 4,73,00,000 രൂപയിലേക്ക് സിനിമ എത്തുന്നു. അതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് 11.5 കോടിയിലേക്കും എത്തുന്നു. മികച്ച ഒരു കളക്ഷനായിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ, സിനിമയുടെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ, അതേപോലെ തന്നെ ഓഡിയൻസിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് മികച്ച പ്രകടനം തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ്. ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 4 കോടിക്ക് മുകളിലെത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ സിനിമ 15 കോടിക്ക് മുകളിലേക്ക് ഇന്ന് കൊണ്ടെത്തും. ഒരുപക്ഷെ 16 കോടി കടക്കാനുള്ള ചാൻസുകളുമുണ്ട്. എന്തായാലും മിന്നുന്ന പ്രകടനം തന്നെയാണ് ഈ ഒരു ചെറിയ സിനിമ കാഴ്ചവെക്കുന്നത്. മമ്മൂട്ടി എന്ന നടൻ്റെ പ്രകടനം തന്നെ സിനിമയെ ഏറ്റവും കൂടുതലായി ആളുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഒപ്പം അതിനൊപ്പം തന്നെ എന്ന് തന്നെ പറയണം, ഗോകുൽ സുരേഷിൻ്റെ പ്രകടനവും താരതമ്യേന മമ്മൂട്ടിയെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അതേ പ്രൗഢിയോടുകൂടി തന്നെ ഈ ഒരു സിനിമയിൽ അദ്ദേഹവും മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. എടുത്തു പറയുന്നതും ഗോകുലിൻ്റെ പ്രകടനം തന്നെയാണ് നമ്മളും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ വരുന്നു. ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ്. നമുക്ക് കാത്തിരിക്കാം. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം. അതുപോലെ ഒരു ചോദ്യമുണ്ട്. ഡൊമിനിക്കിൻ്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും? 30 കോടിയായിരിക്കുമോ അതോ 50 കോടിയായിരിക്കുമോ? നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.